നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളി കുണ്ടായിയിൽ വീണ്ടും പുലി ഇറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കൊല്ലേരി അഷ്റഫിന്റെ പശുക്കുട്ടിയെയാണ് പുലി ആക്രമിച്ചു കൊന്നത്. കല്ലൂരിൽ പിക്കപ്പ് വാൻ മറിഞ്ഞ അപകടം. പാലയ്ക്കപ്പറമ്പ് പാറക്കാട് കനാൽ വളവിന് സമീപമാണ് പിക്കപ്പ് വാൻ മറിഞ്ഞത്. ആർക്കും പരിക്കില്ല. വീട്ടുമതിൽ തകർന്നു. ഓണക്കാലത്ത് വിപണി ഇടപെടലുമായി ന്യായവിലയ്ക്ക് ഭക്ഷ്യവസ്തുക്കൾ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ. റേഷൻ കടകൾ വഴി ഓണത്തിന് സ്പെഷ്യൽ അരി വിതരണം ചെയ്യും. സപ്ലൈകോയുടെ സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ ആഗസ്റ്റ് 25 മുതൽ. വീടിന്റെ മേൽക്കൂര ഏത് നിമിഷവും നിലംപൊത്തുമെന്ന ഭീതിയിൽ മറ്റത്തൂർ പഞ്ചായത്തിലെ 10ാം വാർഡിലെ ഒരു കുടുംബം. വെള്ളാട്ട് മുരളീധരനും ഭാര്യ ബിജിയുമാണ് വർഷങ്ങളായി മേൽക്കൂര തകർന്ന വീട്ടിൽ കഴിയുന്നത്. വാർത്തകൾ വിശദമായി. പാലപ്പിള്ളി കുണ്ടായിയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കൊല്ലേരി അഷ്റഫിന്റെ പശുക്കുട്ടിയെയാണ് പുലി ആക്രമിച്ചു കൊന്നത്. ശനിയാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു സംഭവം. രാവിലെ പശുവിനെ കെട്ടിയിട്ടിരുന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് പശുക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. 2 ദിവസം മുൻപ് പാലപ്പിള്ളി ചീനിക്കുന്നിൽ പുലിയിറങ്ങി പശുവിനെ കൊന്നിരുന്നു. ജനവാസ മേഖലയിൽ തുടർച്ചയായി പുലി ഇറങ്ങുന്നതോടെ നാട്ടുകാരും തോട്ടം തൊഴിലാളികളും ഭീതിയിലാണ്. പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. കല്ലൂരിൽ പിക്കപ്പ് വാൻ മറിഞ്ഞ് അപകടം. പാലയ്ക്കപ്പറമ്പ് പാറക്കാട് കനാൽ വളവിന് സമീപമാണ് പിക്കപ്പ് മറിഞ്ഞത്. നമ്പാടൻ വർഗീസിന്റെ വീട്ടുമതിൽ തകർന്നിട്ടുണ്ട്. കർണാടകയിൽ നിന്നും കൊച്ചിയിലേക്ക് പോകുന്നതായിരുന്നു വാഹനം. റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ പിക്കപ്പ് വളവിൽ നിയന്ത്രണം വിടുകയായിരുന്നു. വർഗീസിന്റെ വീട്ടുമതിലിൽ കൂടി ഇടിച്ചാണ് വാൻ മറിഞ്ഞത്. ഇടിയുടെ ആഘാതത്തിൽ മതിൽ ഭാഗികമായി തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മുൻപ് മറ്റൊരു അപകടത്തിൽ ലോറി ഇടിച്ച് ഇതേ മതിൽ തകർന്നിരുന്നു. പുനർനിർമ്മിച്ച ശേഷം വീണ്ടും ഇപ്പോൾ അപകടത്തിൽ മതിൽ തകർന്നിരിക്കുകയാണ്. കേരള മഹിളാ സംഘം വല്ലച്ചിറ ലോക്കൽ കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. മഹിളാ സംഘം ലോക്കൽ പ്രസിഡന്റ് രേഷ്മ ബിനോജ് അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് മണ്ഡലം സെക്രട്ടറി രാജി രാജൻ, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം VR സുരേഷ്, മഹിളാ സംഘം ജില്ലാ കമ്മിറ്റി അംഗം ഗ്രീഷ്ണ ഗോപാലൻ, പാർട്ടി ലോക്കൽ സെക്രട്ടറി വിജയൻ, വിജിത രാജൻ എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറിയായി സന്ധ്യാകുട്ടനെയും പ്രസിഡന്റായി റോഷ്നിയെയും ട്രഷററായി രേഷ്മ ബിനോജിനെയും തെരഞ്ഞെടുത്തു. ഓണക്കാലത്ത് വിപണി ഇടപെടലുമായി ന്യായവിലയ്ക്ക് ഭക്ഷ്യവസ്തുക്കൾ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ. റേഷൻ കടകൾ വഴി ഓണത്തിന് സ്പെഷ്യൽ അരി വിതരണം ചെയ്യും. എല്ലാ വിഭാഗം റേഷൻ കാർഡുകാർക്കും മണ്ണെണ്ണ വിഹിതം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും സർക്കാർ അറിയിച്ചു. 60 കോടി രൂപയുടെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ സപ്ലൈകോ വഴി വിതരണം ചെയ്തുവെന്നാണ് സർക്കാർ കണക്ക്. ഓണം ഫെയറുകൾ ആഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 4 വരെ നടക്കും. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 ദിവസം നീണ്ടുനിൽക്കുന്ന ഫെയറുകളാണ് നടക്കുന്നത്. സപ്ലൈകോയുടെ സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ ആഗസ്റ്റ് 25 മുതൽ ആരംഭിക്കും. ഉൾപ്രദേശങ്ങളിലും സബ്സിഡി സാധനങ്ങളും മറ്റ് ഉൽപ്പന്നങ്ങളും ഉൾപ്രദേശങ്ങളിൽ വരെ എത്തിക്കാൻ സപ്ലൈകോ സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 4 വരെ വിവിധ നിയോജക മണ്ഡലങ്ങളിലൂടെ ഈ ഓണച്ചന്തകൾ സഞ്ചരിക്കും. സപ്ലൈകോ ഓണം ഫെയർ തിങ്കളാഴ്ച മുതൽ ജില്ലയിൽ ആരംഭിക്കും. വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താനും സാധാരണക്കാരുടെ ഓണ ബജറ്റിന് താങ്ങാവാനും സപ്ലൈകോയുടെ ഓണം ഫെയർ തൃശൂർ ജില്ലയിൽ തിങ്കളാഴ്ച മുതൽ സെപ്റ്റംബർ 4 വരെയാണ് നടക്കുന്നത്. തേക്കിൻകാട് മൈതാനത്ത് തെക്കേ ഗോപുരനടയിൽ തിങ്കളാഴ്ച വൈകിട്ട് 5:30 മന്ത്രി K രാജൻ ഫെയർ ഉദ്ഘാടനം ചെയ്യും. P ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. മേയർ MK വർഗീസ് മുഖ്യാതിഥിയാവും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ആദ്യ വിൽപ്പന നിർവഹിക്കും. സപ്ലൈകോയുടെ ഈ വർഷത്തെ ആകർഷകങ്ങളായ സമൃദ്ധി കിറ്റ്, ഗിഫ്റ്റ് കാർഡ് എന്നിവയും അരിയും വെളിച്ചെണ്ണയും അടങ്ങുന്ന അവശ്യ സാധനങ്ങളും ഫെയറിൽ വിതരണത്തിനുണ്ടാകും. കനത്ത മഴയത്ത് മുരളീധരന്റെ മനസ്സിൽ ആധിയാണ്. വീടിന്റെ മേൽക്കൂര ഏത് നിമിഷവും നിലംപൊത്തുമെന്ന ഭീതിയാണ്. മറ്റത്തൂർ പഞ്ചായത്തിലെ 10ാം വാർഡിലാണ് ഈ കുടുംബം ആശങ്കയിൽ കഴിയുന്നത്.
മറ്റത്തൂർ പഞ്ചായത്ത് 10-ാം വാർഡിൽ വെള്ളാട്ട് മുരളീധരനും ഭാര്യ ബിജിയുമാണ് വർഷങ്ങളായി മേൽക്കൂര തകർന്ന വീട്ടിൽ കഴിയുന്നത്. ടാർപോളിൻ കൊണ്ട് മേൽക്കൂര മറച്ചു കെട്ടിയിരിക്കുകയാണ്. കഴുക്കോൽ, പട്ടിക എന്നിവയെല്ലാം ചിതലരിച്ചു കഴിഞ്ഞു. ഓടുകൾ തൂങ്ങി നിൽക്കുകയാണ്. കൂലിപ്പണിയെടുത്ത് കഴിയുന്ന കുടുംബത്തിന് സർക്കാരിന്റെ ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചില്ലെന്ന് മുരളീധരൻ പറയുന്നു. എല്ലാ വർഷവും പതിവായി അപേക്ഷ നൽകാറുണ്ടെങ്കിലും അധികൃതർ പരിഗണിക്കുന്നില്ലെന്ന് BPL വിഭാഗത്തിൽപ്പെട്ട ഇവർ പറഞ്ഞു. ഞങ്ങൾ വെള്ളിക്കുളങ്ങര കാലങ്ങളായിട്ടുള്ള താമസക്കാരാണ്. ഇന്ന് വരയ്ക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ഒരു ആനുകൂല്യങ്ങളോ കാര്യങ്ങളൊന്നും നമുക്ക് ഇന്നുവരയ്ക്ക് കിട്ടിയിട്ടില്ല. പല അപേക്ഷകളും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നുണ്ടെങ്കിലും വീടാണെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞു പോകാറായി. എനിക്ക് എൻ്റെ മക്കൾക്കോ പേരക്കുട്ടികൾക്കോ ഒന്നും കിടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. എനിക്കാണെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ വയ്യ, എനിക്കാണെങ്കിലും വയ്യ. മകനാണെങ്കിൽ ആണ് കാര്യമായിട്ടൊരു ജോലിക്ക് പോകുന്നത്. അവരെ കുട്ടിയൊക്കെ അവരുടെ ഭാര്യ വീട്ടിലാണ് തങ്ങനെ ഇവിടെ കിടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായതിൻ്റെ പേരിൽ 40 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച വീടാണിത്. ഏതു നിമിഷവും നിലം പൊത്താവുന്ന നിലയിലുള്ള വീട് താമസയോഗ്യമല്ലാത്തതിനാൽ മകനും കുടുംബവും കുട്ടികളോടൊപ്പം ഇവിടെ നിന്ന് മാറി താമസിക്കുകയാണ്. നിരവധി വർഷങ്ങളായി ഗ്രാമസഭയിൽ വിഷയം ഉന്നയിച്ചിട്ടും അർഹതയുണ്ടായിട്ടും തങ്ങളെ പരിഗണിച്ചില്ലെന്ന് വീട്ടമ്മയായ ബിജി പറയുന്നു. ഞങ്ങൾ വെള്ളിക്കുളങ്ങര മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ 10-ാം വാർഡിൽ താമസിക്കുന്നു. ഞങ്ങളുടെ വീട് കുറേ കാലമായിട്ട് ഇങ്ങനെയാണ്. ഇത് ഞങ്ങൾ കുറേ പ്രാവശ്യം പോയതാണ്, അപേക്ഷയൊക്കെ കൊടുത്തു. പക്ഷേ അതിനൊന്നും ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വീട് കിട്ടണം. വീട് കിട്ടാൻ പറ്റിയല്ല, ഇത് മൊത്തം ഇടിഞ്ഞ് താഴെ വീഴാറായിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഈ വീടൊന്ന് പൊളിച്ചു പണിയാനുള്ളത് സഹായിക്കണം. ഞങ്ങളുടെ മക്കൾ പോലും ഇവിടെ വന്ന് താമസിക്കുന്നില്ല ഈ വീട് ഇങ്ങനത്തെ ഒരവസ്ഥയിലായതുകൊണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളെ സഹായിച്ചേ പറ്റത്തുള്ളൂ. ഇവരുടെ ആവശ്യം ന്യായമുള്ളതാണെന്നും പേടിയില്ലാതെ അന്തിയുറങ്ങാൻ ഇവർക്ക് സാഹചര്യം ഒരുക്കണമെന്നും പൊതുപ്രവർത്തകനായ സജി അധികൃതരോട് ആവശ്യപ്പെട്ടു. ഞാൻ ഈ സ്ഥലം വന്ന് നോക്കിയപ്പോൾ കണ്ടൊരു ഭയാനകമായൊരു കാഴ്ചയാണ്. ഉത്തരങ്ങളൊക്കെ ഒടിഞ്ഞ് അത് കുത്തൊടുന്ന് നിർത്തിക്കുക. വെള്ളം ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകില്ല, അകത്ത് തളം കെട്ടി കിടക്കണം. ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഈ വാർഡ് 10 ഗ്രാമസഭകളിൽ നിരന്തരമായിട്ട് പരാതികൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഗ്രാമസഭയിൽ വയ്ക്കുന്ന പരാതികൾക്ക് അതിൻ്റെ എവിഡൻസ്, തെളിവ്, റെസീറ്റ് ഒന്നും കിട്ടില്ല. അതാണ് ഇവർക്ക് പറ്റിയത്. പക്ഷേ അന്വേഷണത്തോളം മനസ്സിലായത് ഇത് വാർഡ് മെമ്പർക്ക് താല്പര്യമുള്ള ആളുകൾക്കാണ് ഇവിടെ പുതിയ വീടുകൾ വരെ പണിത് കൊടുത്തിരിക്കുന്നത്. നല്ല വീടുകൾ പൊളിച്ചു മാറ്റിയിട്ട് 2 വീട് ഇവിടെ പുതിയത് പണിതിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ പാവങ്ങളുടെ ഒരു 50,000 രൂപ അറ്റകുറ്റപ്പണികൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇവർക്ക് ഈ കഷ്ടത മാറിപ്പോയേനെ. ഇപ്പോഴും പറയാനുള്ളത് വെച്ചാൽ പഞ്ചായത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇവർക്ക് ഈ മഴ പോകുന്നതോട് കൂടി തന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി കിടക്കാനുള്ള അറ്റകുറ്റപ്പണികൾക്കായിട്ടുള്ള ഒരു സംഖ്യ പാസ്സാക്കി ഇവരുടെ ഈ വേദനയ്ക്ക് ഒരു പരിഹാരം കാണുന്നതാണ് എനിക്കൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആവശ്യപ്പെടാനുള്ളത്. അതേസമയം കോളനികളുടെ വികസനത്തിന് 60 വീടുകൾക്കായി 1 കോടി രൂപ ചിലവഴിച്ച ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ നേരത്തെ ഇവർ ഉൾപ്പെട്ടിരുന്നതായും ആ ആനുകൂല്യം ലഭിച്ചതിനാലാണ് പുതിയ അപേക്ഷയിൽ ഇവർ പരിഗണിക്കപ്പെടാൻ വൈകുന്നതെന്നും നിലവിൽ ഇവരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായും പഞ്ചായത്ത് അംഗം ഷൈബി സജി പറയുന്നു. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ വീടിന്റെ അതിർത്തി കെട്ടി സംരക്ഷിക്കുന്ന പ്രവർത്തനം മാത്രമാണ് നടന്നതെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഏതു നിമിഷവും നിലംപൊത്താവുന്ന തകർന്നു വീഴാറായ ഒരു വീട്ടിൽ ഭീതിയോടെ കഴിയുകയാണ് ഒരു കുടുംബം. അനർഹരായ നിരവധി പേർ സർക്കാർ ആനുകൂല്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുമ്പോൾ അർഹരായ ഇവർ നിരന്തരം അവഗണിക്കപ്പെടുന്നതായാണ് ഇവരുടെ പരാതി. അന്തിയുറങ്ങാൻ അടച്ചുറപ്പുള്ള ഒരു ഭവനം, അത് മാത്രമാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ഉദ്യോഗമിത്ര ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തൃശൂരിൽ ഫ്രഷേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. കഴിഞ്ഞ 15 വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം പുതിയ ബാച്ചുകളിലേക്കുള്ള അഡ്വാൻസ്ഡ് ഡിപ്ലോമ കോഴ്സുകളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്റ്റേറ്റ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് അനുഷ സന്തോഷ്, മാർക്കറ്റിംഗ് കോർഡിനേറ്റർ ഹരിപ്രസാദ് ഗോപിനാഥൻ, ILTS വിദഗ്ധൻ സണ്ണി ജോർജ് ചെറിയത്ത്, ഫയർ ആൻഡ് സേഫ്റ്റി അധ്യാപകൻ സിൻഡോ ആന്റണി എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്ത ചടങ്ങിൽ പുതിയ കോഴ്സുകളെക്കുറിച്ചും തൊഴിൽ സാധ്യതകളെക്കുറിച്ചും ചർച്ച ചെയ്തു. കൂടാതെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട പുതിയ അറിവുകളെക്കുറിച്ചും സംസാരിച്ചു. 10ാം ക്ലാസ് +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ 15 വരെ അഡ്മിഷൻ നേടാവുന്നതാണ്. അനുഷ സന്തോഷ് നന്ദി പ്രകാശിപ്പിച്ചു.
തൃശൂർ റൂറൽ ജില്ലാ പോലീസ് പിടിച്ചെടുത്ത 144 കിലോഗ്രാം കഞ്ചാവ് ഓട്ടു കമ്പനി ചൂളയിലിട്ട് കത്തിച്ച് നശിപ്പിച്ചു. സംസ്ഥാന വ്യാപകമായി ലഹരിക്കെതിരെ നടക്കുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടുമായി ബന്ധപ്പെട്ട് പോലീസ് തൃശൂർ റൂറൽ ജില്ലാ പരിധിയിലെ പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ കേസുകളിലായി പിടിച്ചെടുത്ത കഞ്ചാവാണ് ഓട്ടു കമ്പനി ചൂളയിലിട്ട് കത്തിച്ചു നശിപ്പിച്ചത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ചെയർമാനായ ഡിസ്ട്രിക്ട് ഡ്രാഗ് ഡിസ്പോസൽ കമ്മിറ്റിയുടെ ഉത്തരവ് പ്രകാരമാണ് ലഹരി വസ്തുക്കൾ നശിപ്പിച്ചത്. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉല്ലാസ്, ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് MK, വാടനപ്പള്ളി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ജയകുമാർ, പുതുക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ വൈഷ്ണവ് രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ലഹരി വസ്തുക്കൾ നശിപ്പിച്ചത്. കുടുംബശ്രീ മിഷൻ സംസ്ഥാനതല ഓണം വിപണനമേള 28 മുതൽ സെപ്റ്റംബർ 4 വരെ തൃശൂർ ടൗൺ ഹാളിൽ നടത്തും. 28-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് സാംസ്കാരിക ഘോഷയാത്ര നടത്തും. 3 മണിക്ക് ടൗൺ ഹാളിൽ മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രി R ബിന്ദു അധ്യക്ഷത വഹിക്കും. ലൈവ് ചിപ്സ്, പായസമേള, കുടുംബശ്രീ JLG ഗ്രൂപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്ന നാടൻ പച്ചക്കറികൾ, നാടൻ പൂക്കൾ, ജൈവ പ്ലാൻ നഴ്സറികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പലതരത്തിലുള്ള തൈകൾ, അപൂർവ വനവിഭവങ്ങൾ എന്നിവ മേളയുടെ ആകർഷണമാണ്. ഭക്ഷ്യമേളയും ഒരുക്കും. സംരംഭകർ ഉൽപ്പാദിപ്പിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, കരകൗശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ എന്നിവയുടെ സ്റ്റാളുകളും ഒരുക്കും. ദിവസവും വൈകിട്ട് കുടുംബശ്രീ പ്രവർത്തകരുടെ കലാപരിപാടികളും വിവിധ മത്സരങ്ങളും നടത്തും. ഓണത്തിന് കുടുംബശ്രീ പോക്കറ്റ് മാർട്ട് ആപ്പ് വഴി ഓണസമ്മാനങ്ങൾ അടങ്ങിയ ഗിഫ്റ്റ് ഹാമ്പറും വീട്ടിലെത്തിച്ചു കൊടുക്കും. ഓർഡർ പ്രകാരം ഓണസദ്യ വീട്ടിലെത്തിച്ചു കൊടുക്കാനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി. സെപ്റ്റംബർ 2-ന് കുടുംബശ്രീയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കുടുംബശ്രീ അംഗങ്ങളെയും പുരസ്കാരം ലഭിച്ച ബാലസഭ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികളെയും സംസ്ഥാന അരങ്ങ് കലോത്സവത്തിൽ വിജയിച്ചവരെയും അനുമോദിക്കുന്ന മെറിറ്റ് ഡോക്ടർ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5:30-ന് തൃശൂർ ഡബ്ബ ബീറ്റ്സ് അവതരിപ്പിക്കുന്ന മ്യൂസിക് നൈറ്റും ഉണ്ടായിരിക്കും. ചാവക്കാട് മണത്തലയിൽ ട്രെയിലർ ലോറിയിൽ തട്ടി സ്കൂട്ടർ മറിഞ്ഞ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. എടക്കഴിയൂർ ചങ്ങാടം സ്വദേശി ഉണ്ണിക്കണ്ടത്ത് വീട്ടിൽ 76 വയസ്സുള്ള അബ്ദുൽ ഖാദറാണ് മരിച്ചത്. ദേശീയപാത കയ്പമംഗലം കാളമുറിയിൽ ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരിക്ക് പരിക്ക്. കൊടുങ്ങല്ലൂർ ആല സ്വദേശി മായയ്ക്കാണ് പരിക്കേറ്റത്. അകലാട് ബദർ പള്ളിക്ക് സമീപം ദേശീയപാത പാലം പണി നടക്കുന്നിടത്ത് സ്ലാബ് മുകളിൽ നിന്ന് സർവീസ് റോഡിലേക്ക് പതിച്ചു. ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന സർവീസ് റോഡിലേക്കാണ് സ്ലാബ് വീണത്. അതിരപ്പിള്ളി മേഖലയിലെ ഉന്നതി നിവാസികൾക്കായി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ പരാതി പരിഹാര അദാലത്ത് നടത്തി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലാണ് അദാലത്ത് നടത്തിയത്. തുടർന്ന് വാഴച്ചാൽ ഉന്നതിയിൽ വിവിധ വകുപ്പുകളിലെ പ്രതിനിധികളോടൊത്ത് SP സന്ദർശനം നടത്തി. ഉന്നതി നിവാസികൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടെ അതിരപ്പിള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കണ്ണൻകുഴിയിലെ അതിരപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് പരാതി പരിഹാര അദാലത്ത് നടത്തിയത്. വാഴച്ചാൽ, പൊകലപ്പാറ, പിള്ളപ്പാറ, പൊരിങ്ങൽക്കുത്ത് ഉന്നതികളിൽ നിന്നും കണ്ണംകുഴി SC ഉന്നതിയിൽ നിന്നുമായി 100ഓളം ഉന്നതി നിവാസികൾ പങ്കെടുത്തു. ആകെ 82 പരാതികൾ സ്വീകരിച്ചു. പരാതികൾ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കായി കൈമാറുകയും അതിൽ സ്വീകരിക്കാവുന്നതായ നടപടികൾ ഉന്നതി നിവാസികളെ അറിയിക്കുകയും ചെയ്തു. തൃശൂർ റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP PR ബിജോയ്, മലക്കപ്പാറ SHO K കുമാർ, സബ് ഇൻസ്പെക്ടർമാരായ മാർട്ടിൻ K അനിൽ, വനിതാ പോലീസ് സ്റ്റേഷൻ SHO ഇൻചാർജ് SI EU സൗമ്യ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ V സുഭാഷ്, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ N ശങ്കർ, ചാലക്കുടി SC ഡെവലപ്മെന്റ് ഓഫീസർ വിജി രാജു, താലൂക്ക് സപ്ലൈ ഓഫീസർ ഷാജി VR, RAമാരായ അരുൺ, കുമാരൻ, VV ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, കൊന്നക്കുഴി SFO പ്രശാന്ത് PV, ഷോളയാർ RFO ആൽവിൻ, പരിയാരം RFO ജോബിൻ ജോസഫ്, ഡെപ്യൂട്ടി റേഞ്ചർമാരായ ജോയ് RO, സോണി KD, വെറ്റിലപ്പാറ FHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലെനി മാത്യു, ടെക്നിക്കൽ അസിസ്റ്റന്റ് ഭാരത് കുമാർ, പുതുക്കാട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ പ്രദീപ്, LP
വാട്ടർ അതോറിറ്റി ഓവർസിയർ നിമൽ രവി, ഷീലീഷ് PK, അതിരപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറി പ്രീതി, മലക്കപ്പാറ VO കൃഷ്ണകുമാർ, MC എന്നീ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കറുകുറ്റി അപ്പോളോ അഡ്ലെക്സ് ആശുപത്രിയിലെ ഡോക്ടർ അമലിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം ഉന്നതി നിവാസികൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടത്തി. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് സർട്ടിഫിക്കറ്റോടുകൂടി തിരുവനന്തപുരം, ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലേക്ക് 1 വർഷം ദൈർഘ്യമുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് ഇന്റേൺഷിപ്പോടുകൂടിയ റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 7994926081. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9315 രൂപ, പവന് 74,520 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലപ്പിള്ളി കുണ്ടായിയിൽ വീണ്ടും പുലി ഇറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കൊല്ലേരി അഷ്റഫിന്റെ പശുക്കുട്ടിയെയാണ് പുലി ആക്രമിച്ചു കൊന്നത്. കല്ലൂരിൽ പിക്കപ്പ് വാൻ മറിഞ്ഞ അപകടം. പാലയ്ക്കപ്പറമ്പ് പാറക്കാട് കനാൽ വളവിന് സമീപമാണ് പിക്കപ്പ് വാൻ മറിഞ്ഞത്. ആർക്കും പരിക്കില്ല. വീട്ടുമതിൽ തകർന്നു. ഓണക്കാലത്ത് വിപണി ഇടപെടലുമായി ന്യായവിലയ്ക്ക് ഭക്ഷ്യവസ്തുക്കൾ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ. റേഷൻ കടകൾ വഴി ഓണത്തിന് സ്പെഷ്യൽ അരി വിതരണം ചെയ്യും. സപ്ലൈകോയുടെ സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ ആഗസ്റ്റ് 25 മുതൽ. വീടിന്റെ മേൽക്കൂര ഏത് നിമിഷവും നിലംപൊത്തുമെന്ന ഭീതിയിൽ മറ്റത്തൂർ പഞ്ചായത്തിലെ 10ാം വാർഡിലെ ഒരു കുടുംബം. വെള്ളാട്ട് മുരളീധരനും ഭാര്യ ബിജിയുമാണ് വർഷങ്ങളായി മേൽക്കൂര തകർന്ന വീട്ടിൽ കഴിയുന്നത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.